ഹായ്, ഇന്ന് നമ്മുടെ ബലിപെരുന്നാളാണ്. നമ്മൾ മലപ്പുറംകാരതിന് വലിയരുന്നാൾ എന്നൊക്കെ പറയും. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങിക്കോട്ടെ. നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും, എത്ര വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിലും, എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നമ്മളെ ചേർത്ത് വിളിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല അല്ലേ. അത് പോട്ടെടാ ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന പാർട്ട്ണറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സാഹചര്യം നിഷ്പ്രയാസം തരണം ചെയ്യാം. അപ്പോൾ ഇനി എൻ്റെ പെരുന്നാൾ വിശേഷം പറയാം കേട്ടോ. അങ്ങനെ ഹുത്തുബ എല്ലാം കഴിഞ്ഞു വന്ന് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ച് നമ്മൾ അടുത്തുള്ള വീടുകളിലും പിന്നെ നമ്മുടെ കുടുംബക്കാരുടെ വീട്ടിലും എളാപ്പ മൂത്താപ്പ അമ്മായിമാർ അങ്ങനെ എല്ലാവരുടെയും വീടുകളിൽ സന്ദർശിക്കാൻ വേണ്ടി പോയി പായസം എല്ലാം കുടിച്ച് വയറൊക്കെ ഫുള്ളായി. അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ എൻ്റെ ചെക്കൻ്റെ ഉപ്പ വന്ന് അവിടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, എൻ്റെ ചെക്കൻ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഉപ്പ കൊണ്ടുപോകാൻ വന്ന്. അങ്ങനെ വീട്ടിലെത്തി അവിടെ എല്ലാവരുടെയും കൂടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്ത് കളിച്ചും ചിരിച്ചും നല്ല രസമായിരുന്നു. ഈ ഊഞ്ഞാലിരുന്ന് നടന്ന് എൻ്റെ വലിയ മൂത്തച്ഛനും പിന്നെ എൻ്റെ ചെറിയ നാത്തൂനുമാണ് കേട്ടോ. ഇവരുടെ പുളുവടിയെല്ലാം കേട്ടിരുന്ന ടൈം പോകുന്നതേ അറിയില്ല. സത്യം പറയാലോ, ഞാൻ ചെന്ന് കയറിയ വീടാണതെന്ന് ഒരു ഫീൽ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും സഹോദരങ്ങളെയും പോലെ തന്നെ. പിന്നെ നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് വീണ്ടും ഫാമിലി വിസിറ്റിനായിട്ട് ഇറങ്ങി. ഇവനീ ഇരിക്കുന്നതാണ് ഇവന് സീറ്റില്ലാത്ത പോലത്തൊന്നും വണ്ടിയിൽ, പക്ഷെ സീറ്റൊക്കെ ഉണ്ട്, വെറുതെ അവിടെ കയറി ഇരിക്കുക. അങ്ങനെ ബന്ധുവീടുകളിലൊക്കെ പോയി രാത്രി അയച്ചുകൊണ്ട് തിരിച്ചെത്തിയപ്പോൾ ഞങ്ങളുടെ കല്യാണവും കൂട്ടിക്കൊണ്ടുപോകാനൊന്നും കഴിയാത്തതുകൊണ്ട് രാത്രി അവിടെ നിന്നില്ല, തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോന്നു. തിരിച്ച് പോരും വൈക്കാണ് അമ്മോൻ്റെ വീട്. അവിടെ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ കയറി. അമ്മോൻ എന്ന് വെച്ചാൽ ഉമ്മാൻ്റെ ബ്രദർ. അമ്മാവനെ കുറച്ച് നേരം അവിടെ ചിലവഴിച്ച് ടൈം ഒരുപാടായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വീട്ടിലോട്ട് തന്നെ തിരിച്ച്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ ശരി എന്നാൽ ബൈ.